ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ക്യാപ്സിക്കം കറിയാണ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും എടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചേക്കണം. ഇനി ഒരു കുക്കറിൽ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ വയ്ക്കാം. പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോണ വരെ ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി പൊടികൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ആഡ് ചെയ്യാം ഫസ്റ്റ്. എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഗരം മസാല ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത തക്കാളി ആഡ് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇനി അവിച്ച് വെച്ച പൊട്ടാറ്റോസും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യാം. ഇനി 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വച്ചേക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കറി ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.